തായ്ലൻഡിലെ ട്രെയിൻ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങളിത് മേക്ലോൺ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ സ്റ്റേഷനാണ് കേട്ടോ ഈ ട്രെയിൻ മാർക്കറ്റിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിരുന്നു ചെന്നത് കേട്ടോ. അങ്ങനെ നേരത്തെ ചെന്നതുകൊണ്ട് ഫുഡൊക്കെ അടിക്കാമെന്ന് കരുതി ഞങ്ങളിങ്ങനെ കടകളൊക്കെ തപ്പിയാണ്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്താണ് കേട്ടോ ഈ കടകളെല്ലാം ഇരിക്കുന്നത്. ഫുഡ് സ്റ്റോളുകളുണ്ട്, അല്ലാതെ ഒരുപാട് കടകളുണ്ട്. എല്ലാം വഴിയെ കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അകത്തൂടെയൊക്കെ നടന്നു കേട്ടോ. റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത്. അങ്ങനെ തന്നെ ഈ ഒരു പോയിൻ്റാണ് എൻഡ് എന്ന് പറയുന്നത്. അവിടെ നമുക്കിങ്ങനെ ഒരു ട്രെയിനിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ട്രെയിൻ വരാൻ കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2:30 ട്രിപ്പാണ് കാണാനായിട്ട് പോയത്. അതുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ കരുതി ഞങ്ങൾ കുറച്ച് തായ് ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് ഒരു 4 ടൈമാണ് ആ ട്രെയിൻ അവിടെ വരുന്നത്. 8:30 ഉണ്ട്, 11:10 ഉണ്ട്, 2:30 ഉണ്ട്, 5:30 ഉണ്ട്. അങ്ങനെ ഈ ടൈമിൽ വന്നാലേ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതി. ഇതേ കണ്ടോ, തുളസിയിലയാണ് കേട്ടോ. നമ്മുടെ പോർക്കിൽ തുളസിയില ഇട്ട് അവർ മിക്സ് ചെയ്ത് കറി ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മളെന്ത് പവിത്രമായി കൊണ്ടു നടക്കുന്ന തുളസിയിലയാണല്ലേ. അങ്ങനെ പിന്നെ ഞാൻ മാംഗോ സ്റ്റിക്കി റൈസൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ആദ്യമായിട്ടാണ്, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. തായ്ലൻഡിൽ വരുന്നവരെല്ലാം ട്രൈ ചെയ്യുന്ന ഐറ്റമായിരുന്നു. ഞാനങ്ങനെ ഇത്രയും നാളായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ എന്തായാലും ട്രൈ ചെയ്യാമെന്ന് കരുതി. അതിൽ ശരിക്കും നമുക്ക് റൈസ് തരുന്നുണ്ട്, പിന്നെ പഴുത്ത മാങ്ങയുണ്ട്, പിന്നെ തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാലും തരുന്നുണ്ട്. പിന്നെ ആ റൈസിൻ്റെ മുകളിൽ ഒരു സ്വീറ്റ് പോലെ അവരെന്തോ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് അതിനൊരു ആ മൊത്തത്തിലൊരു ടേസ്റ്റ്. നമ്മളിപ്പോൾ മാങ്ങ വെച്ചിട്ട് പായസമൊക്കെ ഉണ്ടാക്കി കഴിക്കില്ലേ, അങ്ങനെ ഒരു ടേസ്റ്റാണ്. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ എന്തായാലും കൊള്ളായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് എന്തായാലും കറങ്ങാനൊക്കെ പോയി. ഇത് ഈ ട്രെയിൻ സർവീസിൻ്റെ ലാസ്റ്റ് സ്റ്റേഷനാണ്. അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാനും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. അപ്പം 2:30 ട്രിപ്പിന് വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നത്. 2:30 വന്നിട്ട് അത് 3:30 തിരിച്ചു പോകും. അങ്ങനെ 1 മണിക്കൂർ അവിടെ ഇട്ടേക്കും. അപ്പോൾ ഞങ്ങൾ കരുതി എന്തായാലും മാർക്കറ്റിൻ്റെ അകമൊക്കെ ഒന്ന് കാണാമെന്ന്. ഇതേ കണ്ടോ, സ്റ്റാർട്ടിങ് പോയിൻ്റ് തന്നെ ഇങ്ങനെയാണ്. നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് കിട്ടും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയത്തില്ലേ, അതേ കണക്ക് തന്നെ എല്ലാ സാധനങ്ങളും. മീറ്റുണ്ട്, ഫിഷുണ്ട്, വെജിറ്റബിളുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഡ്രസ്സുണ്ട്. എന്ത് സാധനം വേണമെങ്കിലും ഈ 2 ട്രാക്കിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും. ആ ട്രാക്ക് കവർ ചെയ്യുന്ന കണക്കെ കണ്ടോ, 2 സൈഡിൽ നിന്നും ഷീറ്റുകൾ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അവരുടെ കടയുടെ. ഇത് അവരൊരു ദിവസം 8 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. 4 ട്രിപ്പാണ് അത് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അങ്ങനെ 8 തവണ ഇവർ നീക്കം ചെയ്ത് വീണ്ടും ഇതുപോലെ വയ്ക്കും. ഒരു മാർക്കറ്റിൻ്റെ അകത്തൂടെ ഇങ്ങനെ ട്രെയിൻ പോകുന്നത് നമുക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല അല്ലേ. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുമെന്നറിയില്ല. പക്ഷേ ഇത് ശരിക്കും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഇങ്ങനൊരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഒരുപാട് ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് മെയിൻ അട്രാക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് തായ്ലൻഡിൻ്റെ. അങ്ങനെ അത് കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. കുറേ ഗൈഡൊക്കെ ആയിട്ട് ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കണ്ടോ, ഒരു ഫിഷ് മാർക്കറ്റൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടിങ്ങനെ ആ ഫിഷിൻ്റെ അവിടെയൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ. നടക്കാനൊന്നും പറ്റില്ല. കണ്ടോ, നമ്മുടെ മാംഗോസ്റ്റിനൊക്കെ ഇരിക്കുന്നുണ്ടോ, മാങ്ങ എല്ലാം ഇരിപ്പുണ്ട്. അങ്ങനെ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷേ പുറത്ത് വില വെച്ചിട്ട് എനിക്ക് തോന്നിയത് അതിനെല്ലാം വില കുറവായിട്ടാണ്. ഈ ഇരിക്കുന്നവരുടെ എല്ലാം വില കുറവാണ് കേട്ടോ. വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്കാണ് അവർ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. ഒരുപാട് അറുത്ത് മേടിക്കുന്നതൊന്നുമില്ല കേട്ടോ. ആ ഒരു നാരോ പോർഷനിൽ കൂടാണ് നമ്മൾ നടന്നു പോകുന്നത്. അത്രയേ ഉള്ളൂ അതിൻ്റെ സ്പേസ്. അങ്ങനെ ഞാൻ കുറച്ച് ബാഗൊക്കെ കണ്ട് അവിടെയൊക്കെ തിരിഞ്ഞൊക്കെ നിന്നു. പക്ഷേ ചേട്ടാ എന്നെ നടക്കൂന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ കണ്ടോ, ഞങ്ങൾ അങ്ങേ അറ്റത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അത്രയും ആ മാർക്കറ്റ് എന്ന് പറയുന്നത് അത്രയും ഒരു സ്പേസ് നമ്മൾ നടന്ന് അറ്റത്ത് ചെല്ലുമ്പോഴത്തേക്കും അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. പിന്നെ അവിടെ കുറച്ച് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ ഈ അകത്തൂടെയാണ് കേട്ടോ ഈ ട്രെയിൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ഗൈഡും കുറേ ആളുകളും കൂടെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ അവർ ഗൈഡൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാം. ഇവിടെ വരെ ആകുമ്പോൾ അത് തീർന്നു. വീണ്ടും നമുക്ക് തിരിച്ച് പോവാം. ഇതെല്ലാം റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയാണ് ആ മാർക്കറ്റ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങേയറ്റം വരെ വീണ്ടും തിരിച്ച് നടന്ന് അങ്ങനെ അവിടെ പോയി ഇരിക്കുകയാണ് കേട്ടോ. ഒരാൾ പിണങ്ങിയിരിക്കുക. ഒരു ചെറിയ സ്റ്റണ്ട് നടന്നതിൻ്റെ പിണക്കമാണ് കേട്ടോ. പിന്നെ ഒരു ചിരി കൊണ്ട് ഞാനതൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. അവിടെ അങ്ങനെ ട്രെയിൻ വരുന്നതൊക്കെ അനൗൺസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഒക്കെ ഇതൊക്കെ ഊരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അകത്തേക്ക്. അങ്ങനെ ഇനി ട്രെയിൻ വരുന്ന കാഴ്ചകളൊക്കെ കാണാം.
สถานีแม่กลองที่นี่สถานีแม่กลองก่อนท่านผู้โดยสารที่นำติดตัวมานำลงให้ครบถ้วนถูกต้องด้วยค่ะขบวนรถเที่ยวต่อไปจะออกจากสถานีในเวลา 15:30 ค่ะขบวนรถഅങ്ങനെ ഞങ്ങൾ ഇതാണ്ട ട്രെയിൻ നിർത്തിയിട്ടേക്കാണ്, സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടേക്കാണ്. 1 മണിക്കൂർ അവിടെ നിർത്തിയിട്ടേക്കും. നമുക്ക് വേണമെങ്കിൽ അകത്തൊക്കെ കയറാം, ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനെ ഞാനും അവിടെ നിന്ന് എല്ലാമൊക്കെ വീഡിയോ ഒക്കെ എടുത്തു. എന്താണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അത് തിരിച്ചു പോകുന്നത് വരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ താണ്ട വീണ്ടും തിരിച്ചു പോവുകയാണ് കേട്ടോ. അങ്ങനെ ട്രെയിനും പോയി, ഞങ്ങളും പോകാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.